അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, യുവർ 45 seconds സ്റ്റാർട്ട്സ് നൗ. മനസ്സിൽ കണക്കൂട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, യുവർ ടൈംസ് അപ്പ്. അഗെയിൻ A into B is equal to C എന്ന് പറയുന്ന അതേപോലെ തന്നെയല്ലേ ഇത്. എന്താണ് ബാസിർസ് വർക്കിംഗ് അവേഴ്സ് പെർ ഡേ, ബാസിറിൻ്റെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ ഇൻറ്റു അവൻ്റെ പെർ ഹവർ ഉള്ള വേജ് അല്ലേ, എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നോ ഇൻറ്റു ഒരു മണിക്കൂറിലെ ശമ്പളം എത്രയാണോ അതായിരിക്കും അയാളുടെ ടോട്ടൽ ഡെയിലി വേജ് എന്ന് പറഞ്ഞാൽ, ശരിയല്ലേ? അപ്പോൾ പെർ ഹവർ നമുക്ക് അതേപോലെ തന്നെ A into B is equal to C, അത് തന്നെയല്ലേ ഇത്. A into B is equal to C, അതായത് അയാളുടെ വർക്കിംഗ് അവർ. സോ വർക്കിംഗ് അവർ ഇൻറ്റു ഹവർലി വേജ്, അതാണ് എന്ത് തരിക, അതാണ് നമുക്ക് ഡെയിലി വേജ് തരിക. അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ 15% കൂടി എന്ന് പറയുമ്പോൾ 3/20 ആണ് കൂടിയത്. സോ ക്ലിയർലി 20 ഉണ്ടായിരുന്ന അയാളുടെ വർക്കിംഗ് ഹവർ 23 ആയി മാറി, ശരിയല്ലേ? 20 ഉണ്ടായിരുന്ന വർക്കിംഗ് അവർ 23 ആയിട്ട് മാറി. പക്ഷെ അവിടെ ഇൻക്രീസ് ചെയ്യും, രണ്ടും ഇൻക്രീസ് ആണ്. വേജ് പെർ ഹവറിലുള്ള വേജും ഇൻക്രീസ് ചെയ്തു. എത്രയാണ് ഇൻക്രീസ് ചെയ്തത്? 20 ഇൻക്രീസ് ചെയ്തെന്ന് പറയുമ്പോൾ 5 ഉണ്ടായിരുന്നത് എത്രയായിട്ട് മാറി? 6 ആയിട്ട് മാറി. എന്ന് വെച്ചാൽ 20 into 5 100 ആണ്. അതായിരുന്നു അയാളുടെ ഡെയിലി. 23 into 6 എന്ന് പറയുമ്പോൾ 138 isn't it? 23 into 6 എന്ന് പറയുമ്പോൾ 138 എന്ന് വെച്ചാൽ 100 ഉണ്ടായിരുന്ന ഡെയിലി വേജ് 138 ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എത്രയാ? 38% ആയിരിക്കും അവിടെ ഉണ്ടായേക്കണ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ശരി, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ടൈമർ സ്റ്റാർട്ട്സ് നൗ. ആൻസർ കിട്ടിയോ? യുവർ ടൈംസ് അപ്പ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഇഫ് യുവർ അപ്രോച്ച് ഇസ് റൈറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സെലക്ടഡ് ടു അൺസെലക്ടഡ് കാൻഡിഡേറ്റ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ റീസെൻ്റ് ആയിട്ട് നടന്ന SSCയുടെ TCS പാറ്റേണിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഹു അപ്ലൈഡ് ഫോർ എ ജോബ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി തന്നെ നമ്മൾ നോക്കേണ്ടത് റേഷ്യോ ഓഫ് സെലക്ടഡ് ടു അൺസെലക്ടഡ് എന്ന് പറയുമ്പോൾ ഇനീഷ്യലി തന്നെ നമുക്ക് കാണാൻ സാധിക്കും 14 പേര് സെലക്ടഡ്, 25 പേര് അൺസെലക്ടഡ് ആണെന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു 14 പേർക്ക് സെലക്ഷൻ കിട്ടി, 25 പേർക്ക് സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു 14ഉം 25ഉം 39ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം ടോട്ടൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 200 എൻ്റെ ആൻസർ അല്ല, 175 ആൻസർ അല്ല, 275 ആൻസർ അല്ല, 39 into 5 എന്ന് പറയുമ്പോൾ ദിസ് ഈസ് യുവർ ആൻസർ 195. ദിസ് ഇസ് ദ റൈറ്റ് അപ്രോച്ച്. The other one is the solving approach which everybody knows. Okay, if you have to take some advantage over your competitor, your real competitor, you will have to solve the questions in this manner. Solve ചെയ്യാൻ എല്ലാവർക്കും അറിയാം. If 35 less had applied and 10 less selected എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ്? 14 ആൾക്കാരാണ് സെലക്റ്റഡ് ആയത്. ഓക്കെ, അപ്പോൾ അത് 14x ആണ്. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് മുകളിലുള്ളത് ഇവിടെ 35 ലെസ് ഹാഡ് അപ്ലൈഡ് എന്ന് പറയുമ്പോൾ ഇത് ടോട്ടൽ ആപ്ലിക്കൻസിലുള്ള കുറവാണ് പറയേണ്ടത്. അടുത്തതിൽ പറയണത് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിലെ കുറവാണ് പറയണത്. അപ്പോൾ നമ്മൾ റേഷ്യോ എടുക്കുമ്പോഴും സെലക്റ്റഡ് ടു ടോട്ടൽ നമ്പർ വേണം നമ്മൾ റേഷ്യോ എടുക്കാൻ. അപ്പോൾ ഇവിടെ 14x ആണ് ഇവിടുത്തെ 14x ആണ് ഇനീഷ്യലി ഉള്ള സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് എങ്കിൽ അതിനെക്കാട്ടും 10 കുറവാണ് ഇപ്പോഴുള്ള സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം. ഡിനോമിനേറ്ററിൽ എന്താ ഉണ്ടാവുക? ടോട്ടൽ
39x ആണ് 39x ആണ് ടോട്ടൽ ആപ്ലിക്കൻസിൻ്റെ ഇനീഷ്യലി ഉള്ള എണ്ണം. അതിനെക്കാട്ടും 35 കുറവാണ് ഇപ്പോഴുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം. അപ്പോൾ അവിടെ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ ഈ റേഷ്യോയും മാറിപ്പോകരുത്. ഇതും 3:5 എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്റ്റഡ് ടു അൺസെലക്റ്റഡ് ആണ്. നമുക്ക് വേണ്ടത് സെലക്റ്റഡ് ടു ടോട്ടൽ ആപ്ലിക്കൻസ് ആണ്. അപ്പോൾ 3/8 ആണ് വരിക. നൗ യു സോൾവ് ഫോർ ഇറ്റ്. ഇതിനെ സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ കാൽക്കുലേറ്റീവ് ആണ്, സമയം എടുക്കും. 8x14 കാണണം, 8x10 കാണണം, 3x39, 3x35. ഫൈനലി സോൾവ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് തന്നെ ചെയ്യാൻ പോകുന്നത്? 195 എന്ന് പറയുന്ന ആൻസർ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് അപ്രോച്ച് ഞാൻ ആദ്യം പറഞ്ഞതാണ്, അതാണ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള അപ്രോച്ച്. അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദിസ് ഈസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗൈൻ എ ടയർ 2 ക്വസ്റ്റ്യൻ ഫ്രം 2019 CGL. യുവർ ടൈമർ സ്റ്റാർട്ട്സ് നൗ. Okay, time's up. Again, yet another very simple question. എന്താ പറയുന്നത്? an article is sold at a certain price. തൊട്ട് മുമ്പ് നമ്മൾ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ് അല്ലേ. പിന്നെ എന്താ പറയുന്നത്? ഇഫ് ഇറ്റ് ഇസ് സോൾഡ് അറ്റ് 80% ഓഫ് ദിസ് പ്രൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്തെടുക്കാം? സെല്ലിംഗ് പ്രൈസ് 1 വേണമെങ്കിൽ 100 എന്ന് എടുക്കാം. 80% ആയതുകൊണ്ട് 8/10 വരാൻ പോകുന്നത്. ഇവിടെ 10 എടുത്താലും മതി, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ SP1 10 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് സോൾഡ് അറ്റ് 80% ഓഫ് ദിസ് പ്രൈസ് എന്ന് പറയുമ്പോൾ SP2 എനിക്ക് എന്തായിട്ട് എടുക്കാം? SP2 എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലേ. ഇതിൻ്റെ 80% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? ദർ വിൽ ബി എ ലോസ് ഓഫ് 10%. അപ്പോൾ 8 രൂപയ്ക്ക് സെല്ല് ചെയ്യുമ്പോൾ 10% നഷ്ടം എന്നാണ് പറയുന്നതെങ്കിൽ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9/10 ഓഫ് CP ആണെന്നല്ലേ പറയുന്നത്. 8 എന്ന് പറഞ്ഞാൽ 9/10 ഓഫ് CP. സോ CPയുടെ വാല്യൂ കിട്ടിയല്ലോ. CP is equal to 80/9. CP is equal to 8B. അതിൻ്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കണ്ട. 80/9 അതാണ് കോസ്റ്റ് പ്രൈസ്. ഇനി എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെൻ ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് ദ ആക്ച്വൽ സെല്ലിംഗ് പ്രൈസ്. യഥാർത്ഥത്തിലുള്ള സെല്ലിംഗ് പ്രൈസിന് തന്നെ വിൽക്കുകയാണെങ്കിൽ, അതിനെ വിൽക്കുകയാണ്, ഒറിജിനൽ സെല്ലിംഗ് പ്രൈസിന് തന്നെ സെല്ല് ചെയ്യുകയാണെങ്കിൽ എന്താകുമായിരുന്നു ലാഭശതമാനം എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ്, ഇതാണ് എൻ്റെ CP. സോ ക്ലിയർലി പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലായി. ഒന്നും ചെയ്യാനില്ല. 10 സെല്ലിംഗ് പ്രൈസ് മൈനസ് 80/9. അപ്പോൾ SP മൈനസ് CP എഴുതി, ഹോൾ ഡിവൈഡഡ് ബൈ CP. ഒന്നും ചെയ്യാനില്ല ഇവിടെ. 80/9 × 100 എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഈ 9ഉം 9ഉം വെട്ടിപ്പോകുന്ന അറിയാം. പിന്നെ 9 × 10 90 - 80 10 ആണ്. 10/80 വരാൻ പോകുന്നത്. 10/80 എന്ന് പറഞ്ഞാൽ 1/8 ആണ്. 1/8 എന്ന് പറഞ്ഞാൽ 12. 12.5 is the answer for this question. ആക്ച്വലി ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല, മനസ്സിൽ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എഴുതി വരുമ്പോൾ പിന്നെ ഈ 9ഉം 9ഉം വെട്ടിക്കളയാൻ പറ്റുമോ? ഈ 9ഉം 9ഉം ഇങ്ങനെ വെട്ടാൻ പറ്റത്തില്ല. പക്ഷെ ബാക്കിയിരുന്നത് ഓൾറെഡി ഞാൻ മൈൻഡിൽ ചെയ്തു. നിങ്ങൾ ടയർ 2 ആസ്പിറൻസ് അല്ലേ? 9 × 10 90 - 80 ഓൾറെഡി ഡിഡ്. 90 - 80 10. ഡിനോമിനേറ്റർ 9 വരും. ആ 9 താഴത്തെ 9 വെട്ടിക്കളഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുത്. ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ല, ഞാൻ ബാക്കി മൈൻഡിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. ശരി, മൂവിങ് ഓൺ ടു ദ next question. Your timer starts now. Okay, time's up. അപ്പോൾ എന്താ റേഷ്യോയിൽ തന്നിട്ടുള്ള A:B:C:D ബേസ് ചെയ്തിട്ടുള്ള A:B:C:D ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റനിലും 100 ഒന്നും അസ്യൂം ചെയ്യാതിരിക്കുക. എപ്പോഴും A:B:C:D എന്ന് പറയുന്ന റേഷ്യോയിൽ നിന്നും തന്നെ തുടങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. A:B:C:D എന്ന് പറയുന്ന റേഷ്യോ അങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ മതി. ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. മൾട്ടിപ്പിൾ നോക്കിയാൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇൻ എക്സാമിനേഷൻ A obtained 10% more marks than B എന്ന് പറയുമ്പോൾ ഇയാൾക്ക് 11 ആണ്, ഇയാൾ 10.
അപ്പോൾ സീൻ്റെ അവിടെയും 10 തന്നെ എഴുതുക, ഡീൻ്റെ അവിടെയും 10 തന്നെ എഴുതുക. ബി ഒബ്റ്റൈൻഡ് 20% മോർ മാർക്സ് ദാൻ സി എന്ന് പറയുമ്പോൾ ബീൻ്റെ അവിടെ നമ്മൾ 6 എഴുതണം, സീൻ്റെ അവിടെ 5 എഴുതണം, ഡീൻ്റെ അവിടെ 5 എഴുതണം, ഇവിടെ 6 എഴുതണം. അടുത്തത് സി ഒബ്റ്റൈൻഡ് 32% ലെസ് മാർക്സ് ദാൻ ഡി എന്ന് പറയുമ്പോൾ ഡിയുടെ വാല്യൂ 25 ആയിരിക്കും, സി 17 ആയിരിക്കും, ബീൻ്റെ ഇവിടെ അതേ 17 എഴുതുക, എയുടെ ഇവിടെ അതേ 17 എഴുതുക. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ കണ്ടുപിടിക്കേണ്ടത്? മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ബി. ബി ഒബ്റ്റൈൻ ചെയ്ത മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി ഒബ്റ്റൈൻ ചെയ്ത മാർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന 272 എന്ന് പറയുന്ന വാല്യൂനെ വെച്ച് ഇക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ ഇതായിരിക്കും ബിയുടെ വാല്യൂ നമുക്കറിയാലോ. അപ്പോൾ 10 × 6 × 17 എന്ന് പറയുന്നതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ഉണ്ടോ എന്ന് നോക്കും. അതായത് 17 × 6 × 10 എന്ന് പറയുന്നതിൻ്റെ ഒരു മൾട്ടിപ്പിൾ 17 × 6 എത്രയാ? 102 ഒരു 0. ഇതായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മളുടെ ആൻസർ. ഇതിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ×1 ആവാം, ×2 ആവാം, ×0.5 ആവാം. അപ്പോഴും ഇത് തന്നെയായിരിക്കണം, ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ആൻസർ. ഓപ്ഷൻസ് നോക്കുമ്പോൾ there is only one option which is a multiple of this, and that is your answer. Okay, that is your answer. Into 1020 into 1, 1020 into 2, 1020 into 0.5. But whatever be, answer will be a multiple of 1020. That is the best approach. അങ്ങനെ അല്ല, അത് സോൾവ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്താ എടുക്കേണ്ടത്? എന്റെ സിന്റെ ഡിഫറൻസ് എടുക്കണം. എന്റെ സിന്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 11 × 6 × 17. So 17 × 6 is 102. 102 × 11 എന്ന് പറയുമ്പോൾ 1122. That is the value of A. And what is the value of C? 17 × 5. 17 × 5 is 85. 850. Now the difference between these two is what? 2 0 പോയി 2 12 5 പോയി 7. Okay, 272. So 272 unit is given to you as 272. അപ്പോൾ ഈ 272 യൂണിറ്റ് ആണ് 272 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പറമക്കളെ ഒരു യൂണിറ്റിൻ്റെ വാല്യൂ എന്താ? ഒരു യൂണിറ്റിൻ്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കേണ്ടത് 10 × 6 × 17, അതായത് 1020 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ എന്തായിരിക്കും? കണ്ടോ, ഇത്രയൊന്നും ചെയ്യാണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് 1020 ഹാസ് ടു ബി ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞത്. ഗോട്ട് ഇറ്റ്? ക്ലിയർ? നൗ മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ. ഹിയർസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റൻ ഓൺ ദ സ്ക്രീൻ ആൻഡ് യുവർ 45 seconds starts now. Okay, your time's up. How many 25 paisa coins are there? Okay, the fastest and simplest approach is a bag contains 1 rupee 50 paisa coins and 25 paisa coins in the proportion. A bag contains 1 rupee paisa coins, 50 paisa coins and 25 paisa coins which are in proportion 5:7:9. If the total amount in the bag is rupees 430, how many 25 paisa coins are there? The answer will be a multiple of 9. The answer is 360. The answer is 360. This is one way of solving it, and this is the best approach. Okay, and how to solve this question? See, അതെങ്ങനെയാണ് 9 അല്ല, നമുക്കവിടെ 9 25 പൈസ കോയിനും 7 50 പൈസ കോയിനും 5 1 രൂപ കോയിനും ആണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ദിസ് ഇസ് ദ നമ്പർ ഓഫ് കോയിൻസ് വിച്ച് മീൻസ് 5 1 rupee coin, 7 50 പൈസ കോയിൻ ആൻഡ് 9 25 പൈസ കോയിൻസ്. ഓക്കെ, അപ്പോൾ 5 ടോട്ടൽ വാല്യൂ പറഞ്ഞിട്ട് 430. ഇതാണ് അതിൻ്റെ ഫാസ്റ്റസ്റ്റ് അപ്രോച്ച്. നമുക്ക് ആ നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ കിട്ടിയ, ആൻഡ് ഇഫ് ദ ക്വസ്റ്റൻ ഇസ് ടു ഫൈൻഡ് ദ നമ്പർ ഓഫ് കോയിൻസ്, ജസ്റ്റ് ഫൈൻഡ് ദ മൾട്ടിപ്പിൾ ഓഫ് ദാറ്റ് നമ്പർ. ദാറ്റ് ഈസ് യുവർ ആൻസർ. If you want to solve that, this is how you solve that question. Solving is a bit time consuming. That is why I asked you to solve it in this manner. Fastest approach. 5 1 rupee coin, that makes it rupees 5. 5 1 rupee coin, that makes it rupees 5. 7 50 paisa coin, that makes it rupees 3.50. 9 25 paisa coin, that makes it rupees, what's it, 4.5 2.25. What is the total amount in the bag?
5 plus 3 plus 2, 5 plus 3, 8, 10.75, isn't it? So rupees 10.75. Actually, you are not supposed to write this rupees because all these are in units. These are just ratios. These are just ratios, okay? So 10.75 unit amount is given to you as 430, okay? Or you check the ഇതിനെ ഡബിൾ ചെയ്ത് വേണം കണ്ടുപിടിക്കുക. അപ്പോൾ 10.75 10.75 ഇരട്ടി എത്രയാ? 10.75 ഇരട്ടി എന്ന് പറഞ്ഞാൽ 10 21. അപ്പോൾ എത്രയാണ് വരാൻ പോകുന്നത്? 10 10 20 and 21.5. 21.5ന്റെ ഡബിൾ കാണുക. അപ്പോൾ എത്ര വരാൻ പോകുന്നത്? 43 അല്ലേ? സോ ക്ലിയർലി ദിസ് നമ്പർ ഇസ് നത്തിങ് ബട്ട് 43 by, isn't it? 43 by 4. So 43 by 4 unit is 430. Correct അല്ലേ പറയുന്നത്? 43 by 4 ഇതിനെ ഞാൻ കൺവേർട്ട് ചെയ്തു. 43 by 4 unit is 430. So clearly this 43 cancels this 10 times. So what is the value of 1 unit? 1 unit is equal to 40. കണ്ടുപിടിക്കേണ്ടത് എന്താ? അപ്പോൾ ഒരു യൂണിറ്റിന്റെ വാല്യൂ ആണ് 40 എന്ന് കിട്ടിയത്. അപ്പോൾ ഒരു യൂണിറ്റ് ഇസ് ഈക്വൽ ടു 40. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 25 പൈസ കോയിൻസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 9 യൂണിറ്റ് ആണ് 25 പൈസ കോയിൻ, ഓക്കെ? അപ്പോൾ ഈ 9 യൂണിറ്റ് അവസാനം വരും നമുക്ക്. ഈ ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, ആ 40 ഇൻറ്റു ആ തുടക്കത്തിലുള്ള 9 തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 9ന്റെ മൾട്ടിപ്ലൈ ആൻസർ എന്നുള്ളത്, കേട്ടോ? സോ 40 into 9 is 360 and that's the answer for this question, okay? Now moving on to the next question. Here's your next question. Again a tier 2 question from 2019. Your timer starts now. Very simple question. 10 seconds is more than enough. By selling 2 articles for 800, a person gains the cost price of 3 articles. Very simple question. Very simple question. The profit percentages. You should have said the answer by now. You should have said the answer by now. Okay, your time's up. Very simple question. By selling 2 articles for rupees 800, a person gains the cost price of 3 articles. So there is a profit. So clearly, 2 articles are selling the profit. So clearly, 2 selling price. 2 SP minus 2 CP ആയിരിക്കണം ആ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 2 SP minus 2 CP, that is equal to what is the profit? He gained the profit of cost price of 3 articles. So 3 CP ആണ് അവിടുത്തെ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So clearly 2 selling price is equal to 5 CP, or what is your SP by CP ratio? SP by CP is equal to 5 by 2. So your SP is 5, CP is 2. What is the question? The profit percentages. Okay, the profit percentages, 2ന്റെ സാധനം 5ന് വിറ്റു എന്ന് പറയുമ്പോൾ 2ന്റെ 100% 2, പിന്നെ ഒരു 50% കൂടി, അപ്പോൾ 100 50 150%. That's it. Okay, so 150% is the profit percentage. Very simple question.